ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കറൻ്റ്ലി നഴ്സിംഗ് പാസ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. ഞാൻ LBS വഴി തന്നെയാണ് ഞാൻ കയറിയത്. ട്രിവാൻഡ്രം അനന്തപുരി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ 2021 ബാച്ചിൽ പാസ് ഔട്ടായിരുന്നേ. അപ്പോൾ നഴ്സിങ്ങിന് കയറാനായിട്ട് ആഗ്രഹമുള്ളവർ ആദ്യം തന്നെ LBS എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിടുക, നമ്മളെ ഗവൺമെൻറ് സീറ്റ് വഴി കയറാനാണെങ്കിൽ. അതേപോലെ തന്നെ പിന്നെ വേറെ PNC മാക് ഉണ്ട്, AMCS FNCK ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവഴി കയറുന്നവർക്ക് എന്ത് കൊടുക്കണ്ട, ഡൊണേഷൻ കൊടുക്കണ്ട. മറിച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് സീറ്റ് കയറുവാണെങ്കിൽ നല്ല ഡൊണേഷൻ ആവും. പിന്നെ പിന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ഒക്കെ ബേസിലായിരിക്കും ഓരോന്നിൽ കിട്ടുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കിട്ടൂലേന്ന്. കാരണം ഓരോ വർഷത്തെയും കോമ്പറ്റീഷൻ മാറിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പം നഴ്സിങ്ങിൽ അപ്പോൾ ഒരു 295 ഇൻഡെക്സ് മാർക്കിന് എബോ ഉണ്ടെങ്കിൽ എന്തായാലും കേരളത്തിൽ പ്രൈവറ്റ് കോളേജിൽ എങ്ങാനും കിട്ടാതിരിക്കത്തില്ല, കിട്ടും. അപ്പോഴേക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, LBS വരുന്നത് ഒരുവിധം എല്ലാം അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജ് ആയിരിക്കും, പേടിക്കേണ്ട. കാരണം LBS എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ അല്ലേ, അപ്പോഴും അഫിലിയേറ്റഡ് ആയിരിക്കും. പിന്നെ PNC മാക് ആയാലും AMCS FNCK ആയാലും വരുന്നതൊക്കെ അഫിലിയേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മളെ മാനേജ്മെൻറ്റ്, നമ്മളല്ലാതെ ചെന്ന ഏജൻറ്റ് വഴിയോ മാനേജ്മെൻറ്റ് വഴിയൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിപ്പം നഴ്സിംഗ് മാത്രമല്ല, പാരാമെഡിക്കലും ആയിക്കോട്ടെ. നമ്മൾ ചാടി കയറി ചെന്നെങ്കിൽ അഡ്മിഷൻ എടുക്കും. ഇപ്പം ഇരിക്കുമ്പോഴായിരിക്കും സീറ്റൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഏജൻറ്റ് വിളിക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന, മോളെ നിനക്ക് ഇത്ര മാർക്ക് ഇവിടെ സീറ്റുണ്ട്, എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല, സീറ്റുണ്ട്, വന്നാൽ മതി, ഡൊണേഷൻ ഇത്രയാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോഴേക്കും ഇങ്ങനെ ഒരു സീറ്റ് കിട്ടുമല്ലേ, വേറെ ഒന്നിലും അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഡൊണേഷൻ കൊടുത്താലും വേണ്ടിയില്ല, പോയി പഠിക്കാമെന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കും. പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ കോളേജ് അഫിലിയേറ്റഡ് ആണെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ നഴ്സിംഗ് ഫോളോ ചെയ്യുന്നത് INC ആണ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ കേരളത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുഹാസ് ആയിരിക്കും, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. അപ്പോൾ നമ്മുടെ കോളേജിൽ ഏതൊരു കോളേജിൽ കയറിയാൽ, ഇപ്പോൾ അത് നമ്മൾ കേരളത്തിലായിക്കോട്ടെ വെളിയിലായിക്കോട്ടെ കയറുവാണെങ്കിൽ കോളേജ് അഫിലിയേറ്റഡ് ആണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം അവസാനം പഠിച്ചിറങ്ങിയിട്ട് 4 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമ്പോഴായിരിക്കും, വേറെ എവിടെയെങ്കിലും കയറാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത് കോളേജ് അഫിലിയേറ്റഡ് ആയിരിക്കില്ലെന്ന്. ഞാനിപ്പോൾ ക്ലിനിക്സിൽ നിന്നപ്പോഴും ഒരു അമ്മേനെയും കൊണ്ടൊരു ചേട്ടൻ നിന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം കുറച്ച് പ്രായമായി, നഴ്സിംഗ് 4 വർഷം പഠിച്ചിറങ്ങിയപ്പോഴാണ് അറിയുന്നത് കോളേജ് അഫിലിയേറ്റഡ് അല്ലെന്ന്. എന്തോ ചെയ്യാനാ, 4 വർഷം പഠിച്ചതും ചുമ്മാതല്ല ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ പഠിക്കാൻ പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അഫിലിയേറ്റഡ് ആണെന്ന്. ഇപ്പോൾ LBS വരുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഈ ഏജൻറ്റുമാർ വെച്ച് പോണത്. ഈ ഏജൻറ്റുമാരിപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഇത്ര പൈസ തന്നാൽ നമ്മൾ ആ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ തട്ടിക്കുന്ന ഏജൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് ഞാൻ പഠിച്ച കോളേജിൽ ഫീസ് അടച്ചു, അവരുടെ ഈ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏജൻറ്റ് വഴിയാണ് ഇത്ര ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സീറ്റ് എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞൊരു ലേഡിയും പിന്നെ വേറെ ഒരാളൊക്കെയാണ് വിളിച്ച് സംസാരിച്ചത്. ഇവരെന്ത് ചെയ്ത് കോളേജിൽ പോലും പോയി തിരക്കാതെ ഈ പൈസ എല്ലാ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ലാസ്റ്റാണ് കോളേജിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷനും ഇല്ല, സീറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ പേര് വെച്ച് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്കങ്ങ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഡേറ്റയും കൊടുക്കാതെ ആ ഹോസ്പിറ്റലിൽ ആ കോളേജിൽ ചെന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കുക ഇതൊക്കെ ഉള്ളത് തന്നെയാണോ, വെറുതെ പൈസ അയച്ചു കൊടുക്കുന്ന മുമ്പേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പം ഇതിപ്പം നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം അഫിലിയേഷനും അതേപോലെ തന്നെ ഇതൊക്കെ ഉള്ളതാണോ, ഈ ഏജന്റുമാരൊക്കെ ഉള്ളതാണോ എന്നൊക്കെ തിരക്കിയിട്ട് വേണം പോവാൻ. ഇപ്പം മുമ്പേ ആരെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്ക്, കാരണം നമ്മൾ പുറമോട് കണ്ട് ഓടിച്ചെന്ന് കയറാൻ പാടില്ല, പരിപാടിയുണ്ട്, കാണുമ്പോൾ കൊള്ളാമെന്നും പറഞ്ഞ് ചെന്ന് കയറിയിട്ട് കാര്യമില്ല. അവിടുത്തെ നമ്മളെ നഴ്സിംഗൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ക്ലിനിക്കൽ എക്സ്പോസറാണ്. നമ്മൾ തിയറി വേണ്ടെന്നല്ല, തിയറിക്കൊപ്പം
ഒപ്പം തന്നെ തിയറിയേക്കാൾ വേണ്ടത് നമ്മൾ ഒരു പേഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഒരു മനുഷ്യനെ, ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനൊക്കെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലോണം പഠിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.